ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും ആകെ വെകിളി പിടിച്ച് വീടിനകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. കാരണം ഗീതു എന്താണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്, ഗോവിന്ദൻ്റെ മുന്നിൽ എന്താണ് തെളിയിക്കാൻ പോകുന്നത് എന്നറിയാതെ അങ്ങനെ പേടിച്ച് വിറച്ച് രാധികയും വരുണും അതുപോലെ തന്നെ സുവർണയും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ പ്രിയയും ഭർത്താവും കയറി വരുന്നു. അപ്പോൾ ഇവരെ കണ്ടപ്പം നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഗീതു ചേച്ചി വിളിച്ചിട്ടാണ് വന്നത്, ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു, അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. മീറ്റിങ്ങോ? എന്ത് മീറ്റിംഗ് ആണെന്നൊന്നും പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ അവളുടെ കാട്ടായമല്ലേ ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, അവളെല്ലാം കാണിച്ച് കൂട്ടട്ടെ, അവളെല്ലാവരുടെയും മുന്നിൽ വലിയ ആളാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നു. ഒപ്പം ഈ പറയുന്ന വരുണും അവളുടെ അഹങ്കാരം കണ്ടില്ലേ, അവളുടെ ധാഷ്ട്യമാണ്, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ അജാസ് അവിടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഈ ഒരു സംഭവം അവരെ ശരിക്കും മൊത്തത്തിൽ ആടി ഉലച്ചിട്ടുണ്ട്. അങ്ങനെ ഇവരാകെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് ഭ്രാന്ത് കയറി നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ രേഖ വന്നു കുടിക്കാൻ എല്ലാവർക്കും ജ്യൂസുമായിട്ട്. അങ്ങനെ ജ്യൂസ് കൊണ്ടുവന്നപ്പോഴേക്കും രേഖയോട് ചൂടായി. പിന്നെ രേഖ അത് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു, എല്ലാവരും അത് മേടിച്ചു. അപ്പോൾ രേഖയോട് രാധിക ചോദിച്ചു, നിനക്കറിയാവോ അവൾ എന്നതാ കാണിക്കാൻ പോകുന്നതെന്ന്, അല്ലെങ്കിൽ ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കെല്ലാം അറിയാം, പക്ഷേ ഗീതാഞ്ജലി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിയില്ല എന്നും പറഞ്ഞ് അന്നേരത്തേക്കും ഇങ്ങനെ പറയുക. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും അവൾ വരട്ടെ, വന്നു കഴിയുമ്പോൾ അറിയാമല്ലോ എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ സമയത്ത് നമ്മുടെ ഗീതുവും അതുപോലെ തന്നെ ഗോവിന്ദേട്ടനും കൂടി ഇറങ്ങി വരുന്നു. ഗീതു ആണെങ്കിൽ ഭയങ്കര തലയെടുപ്പോട് കൂടിയാണ് വരുന്നത്, സകലതും ഇന്നുകൊണ്ട് പൊളിച്ചെടുക്കും എന്നുള്ളൊരു ഇതിൽ. അങ്ങനെ ഗീതു വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അതുപോലെ പിന്നാലെ നമ്മുടെ ഗോവിന്ദനും ഇറങ്ങി വരുന്നു. ഗീതുവിൻ്റെ കയ്യിലെ ലാപ്ടോപ്പും സെറ്റപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർക്കാകെ പേടിയായി, അവരാകെ നിന്ന് ഞെട്ടാൻ തുടങ്ങി. കാരണം ഗീതാഞ്ജലി എന്തെങ്കിലും പൊട്ടിച്ചാൽ അവിടെ തീർന്നതാണ് എന്നുള്ളൊരിതിൽ ഗീതു ആ ലാപ്ടോപ്പ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ എല്ലാവരുടെയും കേൾക്കെ ഇന്ന് പലരുടെയും കള്ളത്തരം പുറത്താകുമെന്നും പലരും ചെയ്ത കാര്യങ്ങളെല്ലാം പുറത്താകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോഴും രാധികയും വരുണും ഇങ്ങനെ നെഞ്ച് പടപടാന്നിടിക്കുന്ന ആ ഒരു ഇത് പുറത്ത് കേൾക്കാം. അങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പലരോടും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നും അതൊന്നും ഗോവിന്ദേട്ടൻ വിശ്വസിച്ചിട്ടില്ലെന്നും, പക്ഷേ ഇന്ന് ഗോവിന്ദേട്ടൻ എല്ലാം വിശ്വസിക്കുമെന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ വലിയ ബിൽഡപ്പൊക്കെ കൊടുക്കുക കേട്ടോ. നീ എന്ത് കാണിക്കുമെന്നാണ് ഈ പറയുന്നതെന്നും ചോദിച്ചുകൊണ്ട് രാധിക അന്നേരം അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ എന്താണ് കാണിക്കാൻ പോകുന്നതെന്നും ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും രാധികാമ്മയ്ക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ ഗീതു പറയുക. അപ്പോൾ ഗീതുവിനോട് നീ ഇങ്ങനെ നിന്ന് സംസാരിച്ച് സമയം കളയാതെ എന്താണ് കാണിക്കാനും പറയാനും ഉള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറഞ്ഞു ഗോവിന്ദൻ. അപ്പോഴത്തേക്ക് അവരുടെ നെഞ്ചെടുപ്പ് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കണം. ആ സമയം നമ്മുടെ ഗീതു, പലരും എന്നോട് നടത്തിയ വെല്ലുവിളികളാണെന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തെളിയുന്നതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു എൻ്റെ ജീവൻ പോലും പണയം വെച്ച് എൻ്റെ മരണം ഉറപ്പാക്കി ഞാൻ ശേഖരിച്ച തെളിവുകളാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അവിടെ ഇരുന്ന് ഈ ലാപ്ടോപ്പ് ഓണാക്കി ഇത് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ലാപ്ടോപ്പ് ഓൺ ആകുന്നില്ല, നോ സിഗ്നൽ എന്നും പറഞ്ഞ് എഴുതി കാണിക്കുക. അപ്പോഴേക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളായി. പെട്ടെന്ന് ഇത് ഓണാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്താ ഗീതു നീ ഈ കാണിക്കുന്നത്, എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നേരത്തേക്കും ഗോവിന്ദൻ ഗീതുവിനോട് ദേഷ്യപ്പെട്ടു. ആ സമയം ഇതുണ്ടായിരുന്നു കണ്ണേട്ടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗീതു ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഞങ്ങളെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൾ ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് രാധിക കിട്ടിയ അവസരത്തിൽ കയറി ഗോവിന്ദൻ്റെ മുന്നിൽ ഗോളടിക്കാൻ നോക്കുമ്പോൾ അവളുടെ ഒരു തെളിവ്, അവളുടെ ഒരു കോപ്പെന്നും പറഞ്ഞുകൊണ്ട് ഈ വരുൺ കയറി അത് അടിച്ച് പൊട്ടിക്കാനായിട്ട് തുടങ്ങണം, അതായത് ഈ ലാപ്ടോപ്പ്. അപ്പോൾ വരുൺ ഈ ലാപ്ടോപ്പ് എടുത്ത് അടിച്ച് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗോവിന്ദൻ ആ ലാപ്ടോപ്പിലേക്ക് കയറി അങ്ങ് പിടിച്ചു. അവൾക്ക് എന്തോ തെളിയിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്, അവൾ തെളിയിക്കട്ടെ എന്നും പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു കണ്ണേട്ടാ, ഞാൻ ഇതിൻ്റെ ബാക്കിയെല്ലാം ഒരു പെൻഡ്രൈവിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഗീതു പെൻഡ്രൈവ് എടുക്കാനായിട്ട് ഓടുക കേട്ടോ അവിടുന്ന്. ഈ സമയത്ത് സുവർണയാണെങ്കിൽ ഗീതാഞ്ജലിമയുടെ എന്തിനെ എന്നെ ഇതിലേക്ക് ബലിയേടാക്കുന്നത്, ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വല്ല ഡയലോഗും കാര്യങ്ങളും ഒക്കെ. അപ്പോഴേക്കും ഞങ്ങളെ പരസ്യമായി അപമാനിക്കാനുള്ള ശ്രമമാണ്, ഞങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കാനുള്ള ശ്രമമാണ് തുടങ്ങിയതൊക്കെ ആയിട്ട് ഈ രാധികാമ്മയുടെ ഭാഗം അതങ്ങനെ കുറേ കാലമായി ഞാനും അമ്മയും കൂടെ ഏട്ടനെതിരെ എന്തൊക്കെയോ പ്രവർത്തിക്കുകയാണെന്നും പറഞ്ഞ് ഇവൾ ഓരോന്ന് ചെയ്തു കൂട്ടാൻ തുടങ്ങിയിട്ടെന്നും പറഞ്ഞുകൊണ്ട് വരുണിൻ്റെ ഭാഗം അങ്ങനെ. അപ്പോൾ വരുണൊക്കെ കിടന്ന് ഇങ്ങനെ റേസ് ആകുന്നതൊക്കെ അത് ഗോവിന്ദൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നിങ്ങളെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ, ഗീതു ചേച്ചി അത് കൊണ്ടുവരട്ടെ, ഗീതു ചേച്ചി അത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അറിയാൻ കഴിയുമല്ലോ, എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയ അന്നേരം അവിടെ നിന്ന് പറഞ്ഞു. എന്തായാലും ഗീതു ഈ പെൻഡ്രൈവ് എടുക്കാൻ പോയതിൻ്റെ ആ ഒരു വെപ്രാളത്തിൽ സുവർണ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നു. ആ സമയത്ത് നമ്മുടെ അജാസ് സുവർണയെ തടഞ്ഞു. അങ്ങനെ പോകരുത്, ഇവിടെ നിൽക്കേണ്ട ആളാ, ഇവിടെ നിൽക്കാൻ പറഞ്ഞു.
ഓടിക്കതച്ച് അകത്ത് കയറി പോയി അവിടുന്ന് ആ സാധനം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ലാപ്ടോപ്പിൽ വെച്ച് ഇവരെ അടുത്തത് കാണിക്കാൻ വേണ്ടി തുടങ്ങുന്ന നമ്മുടെ ഗീതു. അപ്പോഴേക്കും അവർക്കവിടെ നെഞ്ചിടിപ്പ് കൂടി. കാരണം ഗീതു അത് എടുത്തുകൊണ്ട് വരുമ്പോൾ അതിനകത്ത് എന്താകും എന്നുള്ള കാര്യം അതോർത്തിട്ട് പേടിയാട്ടോ. അപ്പോൾ ഗീതു ഇത് കൊണ്ടുവന്ന് അതിനകത്ത് വെച്ചിട്ടും ഗീതു വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം ഇവരുടെ കള്ളത്തരം ഇന്നത്തോടു കൂടി പൊളിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത്. പക്ഷേ അത് കൊണ്ടുപോയി ഇൻസേർട്ട് ചെയ്തിട്ടും ഒരു രീതിയിലും ഗീതു ഉദ്ദേശിച്ച തെളിവുകളൊന്നും അതിനകത്ത് കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ആ തെളിവുകൾ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഗീതു തളർന്നു. ഗീതുവിൻ്റെ കയ്യിൽ ആ തെളിവുകളൊന്നും ഇല്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും സടകുടഞ്ഞ് എഴുന്നേറ്റെന്ന് പറഞ്ഞതുപോലെ ഈ രാധികയും വരുണും അവിടെ കിടന്ന് ചെതറുവാണ്. കിട്ടിയ അവസരത്തിൽ വരുൺ ചെന്ന് വിനോദിനോട് പറയുവാണ്, നിന്റെ പെങ്ങൾക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇതുപോലെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്, തലയ്ക്ക് ഷോക്ക് അടിപ്പിക്കേണ്ടി വരും എന്നൊക്കെ. ഈ സമയത്ത് നമ്മുടെ ഗീതു ആകെ തളർന്നു പോയി. ഗീതുവിൻ്റെ തലയിൽ കയറിയിരുന്ന് പിന്നെ ചെവി തിന്നാനുള്ള ശ്രമങ്ങളായി അവിടെ രാധികയൊക്കെ. കണ്ടില്ലേ കണ്ണ, ഇവളുടെ കാട്ടായം കണ്ടില്ല, ഇവളുടെ ഭ്രാന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്, ഇവളെ എങ്ങനെ ഇനി മുന്നോട്ട് സഹിക്കും കണ്ണ തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും ഗീതു തളർന്ന് ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. തകർന്നങ്ങനെ ഇരിക്കുന്ന ഗീതുവിനെ നമ്മുടെ പ്രിയയും രേഖയും ഒക്കെ സമാധാനിപ്പിക്കുന്നു. രേഖയാണെങ്കിൽ വിഷമിക്കേണ്ട, അതെന്തെങ്കിലും സംഭവിച്ചതായിരിക്കും, നീ ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗീതുവിനെ സമാധാനിപ്പിക്കുക. പക്ഷെ ഗീതു ഒക്കെ ആയിട്ടില്ല. കാരണം ഗീതുവിൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി എന്ന് ഗീതുവിന് മനസ്സിലായി. പക്ഷെ ഒരു തവണ ഗീതുവിന് അബദ്ധം പറ്റിയെന്നുള്ളത് സത്യം തന്നെയാണ്. ഗീതു ഇതെല്ലാം വളരെ ആത്മധൈര്യത്തോടു കൂടി കൊണ്ട് വെച്ചപ്പോൾ പിറകിലൊരു ചതിയനുണ്ടെന്നുള്ള കാര്യം ഗീതു വിചാരിച്ചിരുന്നില്ല. എന്തായാലും ഗീതു ഇന്ന് അവിടെ നിസ്സഹായിയായിരുന്ന സമയത്ത് രാധികയും വരുണും കയറി മേഞ്ഞു അങ്ങോട്ട് ശരിക്കും. ഗീതുവിനെ പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല. ഗീതു ഭ്രാന്തിയാണ്, ഗീതു അങ്ങനെയാണ്, മറ്റതാണ് മറിച്ചതാണെന്നും പറഞ്ഞ് ഗീതുവിനെ എന്തൊക്കെ പറയാമോ അത് മുഴുവനും അമ്മയും മകനും കൂടെ അവിടെ നിന്നു ഭ്രാന്തിയാക്കുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് നമ്മുടെ ഗോവിന്ദനാകെ വല്ലാതെയായി തകർന്നു നിൽക്കുക. ഒരു പക്ഷം ഗീതു കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ സത്യങ്ങളൊന്നും പുറത്തു വന്നില്ല. മറുപക്ഷം ഗീതുവിനെ ഭ്രാന്തി എന്ന് മുദ്ര കുത്തി അമ്മയും അനുജനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതൊന്നും ഗോവിന്ദന് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇങ്ങനെ തകർന്നിരിക്കുന്ന ഗീതുവിനെ റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട് രേഖയും പ്രിയയും കൂടെ തുടങ്ങിയപ്പോൾ അങ്ങനെ ഇന്ന് ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, ഇവള് കാണിക്കാമെന്ന് പറഞ്ഞ തെളിവുകളെല്ലാം ഇവിടെ കാണിച്ചതിന് ശേഷമേ ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയുള്ളൂ, ഇവൾ അങ്ങനെ ഇന്ന് പോയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കട്ടായം ഇതായിട്ട് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ഗോവിന്ദൻ. ഗീതു അന്നേരത്തേക്കും ഇങ്ങനെ നിറകണ്ണുകളോട് കൂടി രാധികയെ ഒന്ന് നോക്കി. രാധിക അന്നേരം ഗീതുവിനെ പുച്ഛിച്ചൊരു ചിരിയും നോട്ടവും ഒക്കെ ആയിട്ട് രാധിക ഇങ്ങനെ നിൽക്കുക. എന്തായാലും നീ തോറ്റില്ലേടി എന്നാണ് ആ നോട്ടത്തിൻ്റെയൊക്കെ അർത്ഥം. അങ്ങനെ നമ്മുടെ ഗീതു ഇങ്ങനെ ആകെ തകർന്ന് തരിപ്പണമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഗീതുവിനോട് കുറച്ച് കരുണ കാണിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരെ അവിടെ നിന്ന് ഇവർ പറയണു. ഇവരാരും പറയുന്നതും കേൾക്കുന്നില്ല ഗോവിന്ദൻ. പെട്ടെന്ന് അമ്മ കയറി പറഞ്ഞത് ഗോവിന്ദൻ അങ്ങ് കേട്ടു. അവളെ വിട്ടേക്ക് കണ്ണാ, അവൾ മുറിയിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ, അവളുടെ മാനസിക നില തെറ്റിയിരിക്കുവാണെന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതുവിനെ വിടാറായി ഗോവിന്ദൻ എന്നിട്ട് ഗീതുവിനോട് വിടുന്ന ആവുന്നതിന് തടസ്സമൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവർ ഗീതുവിനെ കയ്യിൽ പിടിച്ചിങ്ങനെ കൊണ്ടുപോവുക. അപ്പോൾ ഗീതു ഇങ്ങനെ പോകുന്ന പോക്കിൽ നിസ്സഹായതയോടുകൂടി ഗോവിന്ദൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. അങ്ങനെ ഗോവിന്ദൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നമ്മുടെ ഗീതു അവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ഗീതുവിനെ തന്നെ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുവാണേ. ഗീതു അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദനും ഇങ്ങനെ അമ്മയുടെ ഒക്കെ മുഖത്ത് നോക്കി വല്ലാത്തൊരു അവസ്ഥയിൽ അകത്തേക്ക് കയറിപ്പോകുന്നു. അങ്ങനെ ഗോവിന്ദൻ അകത്ത് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഇന്നത്തോടു കൂടി എല്ലാം അവസാനിച്ചേനെ, എന്താമ്മേ ശരിക്കും സംഭവിച്ചതെന്ന് വരുൺ അമ്മയോട് ചോദിക്കുമ്പോൾ അവളുടെ കൈകളിൽ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞതടക്കം എല്ലാം അവൾ തെളിവുകളായി ശേഖരിച്ചു വെച്ചിരുന്നു, അതെല്ലാം അവളിന്ന് ഗോവിന്ദൻ്റെ മുന്നിൽ പ്രചരിപ്പിക്കാൻ തന്നെ ഇരുന്നതാണെന്ന് പറഞ്ഞു. അന്നേരത്തേക്കും വരുൺ പറഞ്ഞു, അതെല്ലാം ഗോവിന്ദേട്ടൻ്റെ കയ്യിലെങ്ങാനും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താകുമായിരുന്നു അമ്മേ, നമ്മൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അമ്മേ എന്നൊക്കെ മകൻ ഇങ്ങനെ അമ്മയോട് പറയുന്നു. ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചത് എന്നുള്ളതൊരു സീക്രട്ടായിട്ട് രാധിക ഇങ്ങനെ വെച്ചിരിക്കുക. അത് വേറെ ആരും അല്ല ചതിച്ചത്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിഷോർ എന്ന് പറയുന്ന ചതിയനാണ് ചതിച്ചത്. അങ്ങനെ നമ്മുടെ ഗീതു എന്നിട്ട് റൂമിൽ പോയിരിക്കുന്ന ഗീതുവിനോട് പ്രിയ പറയണം, ചേച്ചി വിചാരിക്കുന്നത് പോലെ അത്ര അപകടകാരിയൊന്നും അല്ല അമ്മ, പിന്നെ ചേട്ടന് കിട്ടിയിരിക്കുന്നത് അനുയോജ്യമായൊരു വിവാഹ ജീവിതമല്ല എന്ന് കരുതി അമ്മ ചിലപ്പോൾ നിങ്ങളുടെ ഡിവോഴ്സിന് വേണ്ടി പലതും ചെയ്തിട്ടുണ്ടാവും, അതിനപ്പുറം അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പ്രിയ പറഞ്ഞപ്പം രേഖ ചോദിച്ചു, പ്രിയേ നീയും അങ്ങനെയാണോ വിശ്വസിച്ചിരിക്കുന്നതെന്ന്? അത് ചേച്ചി, തീർച്ചയായിട്ടും അത് അങ്ങനെയാണ്. ഇവരുടെ ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി അമ്മ പലതും ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതിനപ്പുറം മറ്റൊന്നും അമ്മ ചെയ്യില്ലെന്ന് പറഞ്ഞപ്പം അങ്ങനെ നീ വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. കാരണം അങ്ങനെയൊന്നും അല്ല, സത്യങ്ങൾ എന്തെല്ലാമാണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമെന്ന് പറഞ്ഞു.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ തെളിവിന് എന്തു പറ്റിയെന്ന് പ്രിയ ചോദിച്ചപ്പോൾ ജീവനുള്ളതിന് ഇല്ലായ്മ ചെയ്യാനും അതുപോലെ ജീവനുള്ള തെളിവുകളെ ഇല്ലായ്മ ചെയ്യാനും ഒക്കെ കഴിവുള്ളവർ ഈ കുടുംബത്തിൽ തന്നെയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയില്ലേ എന്ന് രേഖ പ്രിയയോട് ചോദിക്കുക. ഇന്ന് ഗീതു ചെയ്തത് മുഴുവനും ഈ കഷ്ടപ്പാട് മുഴുവൻ വിഫലമാക്കി കളഞ്ഞതും അവർ തന്നെയാണെന്നുള്ള കാര്യവും രേഖ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഗീതു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ തകർന്ന് നിൽക്കും. അപ്പോൾ അമ്മ തെറ്റൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പ്രിയ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതുവിന് ശരിക്കും ദേഷ്യം വന്നു. ഗീതു ശരിക്കും ഷൗട്ട് ചെയ്ത് സംസാരിച്ചു പ്രിയയോട്. അപ്പോൾ രേഖ ഈ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. അപ്പോൾ രേഖയും കൂടെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ പിന്നെ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നൊക്കെ നമ്മുടെ പ്രിയ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ അവർ ആടിനെ പട്ടിയാക്കുന്നവരാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നു. നീ ഇങ്ങനെ തോറ്റു പോകരുത്, നീ ഇങ്ങനെ തളർന്നിരിക്കരുത്, അങ്ങനെ തോറ്റു പോയാൽ അങ്ങനെ തളർന്നു പോയാൽ പിന്നെ നീ ഇവിടെ ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തോറ്റു ജീവിച്ച് ഇവിടെ മറ്റുള്ളവരുടെ കാൽ കീഴിൽ കിടന്ന് ചവിട്ടി അരയ്ക്കാൻ ഒരിക്കലും നീ നിന്ന് കൊടുക്കരുത് എന്നുള്ള കാര്യമൊക്കെ രേഖ പറയൂ കേട്ടോ. പോരാടണം, പോരാടി വിജയിക്കണം, ഈ തെളിവുകളെല്ലാം നീ ശേഖരിച്ച് ഇതെല്ലാം ഗോവിന്ദേട്ടൻ്റെ മുന്നിൽ നീ പ്രസൻറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ തോറ്റുപോയി എനിക്ക് ഇനിയും പോരാടാനുള്ളൊരു പ്രചോദനമാണ് ഇപ്പോൾ രേഖേച്ചി തന്നതെന്നും ഇവിടെ ഞാൻ തോറ്റു പോവില്ല, ഇനിയും ഞാൻ എൻ്റെ കടമകൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമെന്നും ഈ സത്യം ഞാൻ പുറത്തു കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ആ ഒരു വീഴ്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു. ആ സമയത്ത് നമ്മുടെ രേഖ ഗീതുവിനെ ചേർത്ത് പിടിക്കുക, സകല പിന്തുണകളും കൊടുത്തുകൊണ്ട്. അങ്ങനെ രേഖയുടേതായ ആ ഒരു ധൈര്യത്തിൽ നമ്മുടെ ഗീതു ഇനിയും മുന്നേറാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. തൽക്കാലം ശത്രുക്കൾ രക്ഷപ്പെട്ടു എന്ന് കരുതി സന്തോഷിക്കേണ്ട എന്നുള്ളൊരിതിൽ തന്നെയാണ് കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.